ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് ഫേസ് 5 GK ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇന്ന് പാർട്ട് 2. 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? അപ്പോ ലൂ അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്താണ് വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഇന്ത്യയില് വേനൽക്കാലം ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ്? മാർച്ച് മാസം. ഇന്ത്യയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. അത് മെയ് മാസം വരെ നീണ്ടുപോകും. അപ്പോൾ മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ വേനൽക്കാലം. വടക്കൻ മേഖലകളിൽ മെയ് മാസത്തിലാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഇന്ത്യയുടെ നോർത്തേൺ സൈഡ്സിലൊക്കെ ഏത് മാസത്തിലാണ്? മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഈ സീസണിൽ ഇന്ത്യയുടെ ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. അപ്പോൾ വടക്കൻ മേഖലകളിൽ മെയ് മാസത്തിലാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഈ സീസണിൽ ഇന്ത്യയുടെ ഉത്തര മഹാസമതലങ്ങളിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ വീശുന്ന ഈർപ്പം ഇല്ലാത്ത ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. പിന്നെ പ്രാദേശിക വാദങ്ങളായ കാൽബൈശാഖി, അതുപോലെ മാംഗോ ഷവർ, ഈ കാറ്റുകളും ഈ സീസണിലാണ് വീശുന്നത്. അപ്പൊ നമുക്ക് മാംഗോ ഷവറും കാൽബൈശാഖിയും പോലുള്ള പ്രാദേശിക കാറ്റുകൾ, അതായത് ലോക്കൽ വിൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് മാംഗോ ഷവർ വീശുന്നത് കർണാടക, കേരള, കർണാടക എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദം. ഇത് ഏത് കാലത്ത് തന്നെയാണ് വീശുന്നത്? ഉഷ്ണകാലത്ത് തന്നെയാണ് മാംഗോ ഷവറും വീശുന്നത്. എന്തുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന പേര് വരാനുള്ള കാരണം? ഈ കാറ്റ് വീശുമ്പോൾ മാമ്പഴങ്ങൾ പൊഴിയുന്നതിനാലാണ് ഇവയ്ക്ക് മാംഗോ ഷവർ എന്ന പേര് വന്നത്. ഓക്കെ, ഇനി കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളെ ഈ മഴ സഹായിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്ന പേരിലും അറിയപ്പെടുന്നു. അറിയപ്പെടുന്നു. അപ്പൊ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളെ ഈ മഴ സഹായിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നു. ഇത്തരം മഴയെ ഏപ്രിൽ മഴ അല്ലെങ്കിൽ വേനൽ മഴ എന്നാണ് വിളിക്കുന്നത്. ഏപ്രിൽ മഴ അല്ലെങ്കിൽ എന്താണ്? വേനൽ മഴ എന്നാണ് മാംഗോ ഷവറിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ബോസം ഷവർ ഉണ്ട്. ബോസം ഷവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോസം ഷവർ കാപ്പി പൂവിടും മഴയാണ്. അതായത് കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും കാപ്പിച്ചെടി പൂക്കാൻ കാരണമാകുന്നതിനാലാണ് ബോസം ഷവർ എന്ന പേര് ഈ ഒരു മഴയ്ക്ക് ലഭിച്ചത്. ഓക്കെ, അടുത്തത് കാൽബൈശാഖി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നാണ്. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്ന വാക്കാണ് കാൽബൈശാഖി. ഈ കാൽബൈശാഖി എന്ന മഴ അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റോടുകൂടിയ മഴയാണ്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? അസമിലും അതുപോലെ ബംഗാളിലും ഉണ്ടാകുന്ന കാറ്റോടുകൂടിയ മഴയാണ് കാൽബൈശാഖി. കാൽബൈശാഖി തന്നെയാണ് നോർവെസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഏത് തന്നെയാണ്? കാൽബൈശാഖി തന്നെയാണ്. ഇനി അസമിൽ ബർദോയി ചില എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ്? കാൽബൈശാഖിയാണ്. ബർദോയി ചില എന്ന പേരിൽ അസമിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കാൽബൈശാഖിയാണ്. അടുത്തത് ലൂ ആണ്. ലൂ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്.
ലൂ എന്ന് പറയുന്ന കാറ്റ് ശക്തമായിട്ട് വീശുന്ന മാസങ്ങൾ മെയ് ജൂൺ മാസങ്ങളിലാണ് ലൂ ശക്തമായിട്ട് വീശുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രം ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഓക്കെ, ദേശീയ ജലപാത 1 NW1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? SCERT-യിലുണ്ട്, ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഹാൽദിയ അലഹാബാദ്. SCERT-യിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ ആണ്. ദേശീയ ജലപാത 1 NW1 ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് നീണ്ടുകിടക്കുന്നത്. അപ്പോൾ ഗംഗാ നദിയിലാണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ, 16-20 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ധൂബ്രി വരെ. എന്താണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്? സാദിയ ധൂബ്രി അല്ലേ? സാദിയ മുതൽ ധൂബ്രി വരെ ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2. 891 കിലോമീറ്റർ ആണ് ദൈർഘ്യം. 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വരെയുള്ള പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? NW3 ആണ്. ഓക്കെ, ഇതിന്റെ നീളം എന്ന് പറയുന്നത് 205 കിലോമീറ്റർ ആണ്. ഇനി ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുശ്ശേരി വരെ ഏതാണ്? ദേശീയ ജലപാത 4 1095 കിലോമീറ്റർ ആണ് ദൈർഘ്യം. 1095 കിലോമീറ്റർ ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുശ്ശേരി വരെ. ഇനി NW5 ആണെങ്കിൽ പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് 623 കിലോമീറ്റർ. ഓക്കെ, ഈ ആദ്യത്തെ 3 എണ്ണമാണ് എപ്പോഴും ചോദിക്കുന്നത്. NW1 ഗംഗാ നദിയിലാണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. NW2 ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ധൂബ്രി വരെ. NW3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാൽ എന്ന പേര് കൂടി ഓർത്തിരിക്കുക. പിന്നെ NW4 ആണെങ്കിൽ കാക്കിനാട മുതൽ പുതുശ്ശേരി വരെ ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന്. NW5 പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. ഓക്കെ, അടുത്ത ചോദ്യം. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? SCERT ഫാക്ട് ആണ്. അപ്പൊ ഈ ഒരു 5ാം ഘട്ടം SCERTക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ ഘട്ടമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇലപൊഴിയും കാടുകൾ. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകൾ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. അത് തന്നെയാണല്ലോ ചോദിച്ചത്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. കാലികമായി എന്ന് വെച്ചാൽ എന്താണ്? പീരിയോഡിക്. കാലികവാദങ്ങൾ പീരിയോഡിക് മീൻസ് അല്ലേ? അപ്പൊ പീരിയോഡിക് ആയിട്ട് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. പലജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഇലപൊഴിയും കാടുകൾ. ഓക്കെ, അടുത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളായിരുന്നു. അതിനെപ്പറ്റി SCERTയിൽ കൊടുത്തിരിക്കുന്നത് വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ മഴ വളരെ കൂടുതലായിട്ടുള്ള പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സിലും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത്
ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ ഈ കാടുകളിൽ കാണപ്പെടുന്നു. ഏത് കാടാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ്. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. എവിടെയൊക്കെയാണ്? രാജസ്ഥാൻ മരുഭൂമിയിലും കൂടാതെ ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരകങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ്. അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഉപ്പുരസമുള്ള മണ്ണിലാണ് കണ്ടൽക്കാടുകൾ വളരുന്നത്. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും കൂടി ആണ്. അടുത്തത് പർവ്വത വനങ്ങളാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്രം എന്ന് വെച്ചാൽ അഗ്രം ഇങ്ങനെ സ്തൂപിക പോലെ കോൺ പോലെയുള്ള വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും പർവ്വത വനങ്ങളിൽ കാണപ്പെടുന്നു. കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് എവിടം എന്ന് പറയുന്നത്? പർവ്വതവനങ്ങൾ. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നു. എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടിനെ സംരക്ഷിക്കുന്നത്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? വരയാട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് SCERT തന്നിരിക്കുന്നത്. ഇലപുഴിയും കാടുകൾ, ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുകൾ, പർവ്വത വനങ്ങൾ. ഇത് തന്നെയാണ് ഓപ്ഷൻസ് ആയിട്ടും PSC കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നുള്ളതാണ്. പരുത്തി കൃഷി ചെയ്യുന്നത് കറുത്ത മണ്ണുള്ള സ്ഥലത്താണ്. കറുത്ത മണ്ണിലാണ് പരുത്തി കൃഷി ചെയ്യുന്നത്. അത് ഉപദ്വീപീയ പീഠഭൂമി മേഖലകളിലാണ്. ഓക്കെ, അപ്പൊ ഹിമാലയത്തെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇത്രയാണ് ഹിമാലയത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ ഹിമാലയത്തിന്റെ ഏകദേശ നീളം 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തെ പറ്റി നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളതാണ്. 2400 കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളായ ഓക്ക്, ചെസ്നട്ട്, അതുപോലെ മേപ്പിൾ, ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ മുതലായ വൃക്ഷങ്ങൾ ഹിമാലയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഹിമാലയം എന്ന് പറയുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ സമാന്തരങ്ങളായ 3 പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. വടക്കു പടിഞ്ഞാറ് അതായത് നോർത്ത് വെസ്റ്റ്, പിന്നെ അതുപോലെ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ഉയരത്തിന് എന്ത് സംഭവിക്കുന്നു? 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യമാണ്. ഉയരം എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ അതുപോലെ യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട്, ഏത് സമുദ്രമാണ്? തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ടത് എന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്.
ഹിമാലയം ഒരു മടക്കുപർവ്വതമാണ്, ഫോൾഡഡ് മൗണ്ടെയിൻ ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതമാണ് ഏത്? ഹിമാലയം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ നേപ്പാളാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. പിന്നെ ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. ഹിമാചലാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹിമാചലാണ് ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു. സിവാലിക് ഔട്ടർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി സിവാലിക് മേഖലയിൽ കൃഷി ചെയ്യുന്നതാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇത് SCERT തന്നിട്ടുള്ളതാണ്. ഉരുളക്കിഴങ്ങ്, അതുപോലെ ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. ഹിമാലയത്തിന്റെ ഭാഗമാണല്ലോ സിവാലിക്. അപ്പൊ സിവാലിക്കിലാണ് മെയിൻ ആയിട്ട് ഏത്? സിവാലിക് മേഖലയിൽ കൃഷി ചെയ്യുന്നവയാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. നമ്മുടെ ഓപ്ഷൻ കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. സിവാലിക് മേഖലയിലാണ്. തേയില കൃഷി ചെയ്യുന്നു. സിവാലിക് മേഖലയിലാണ്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. സിവാലിക് മേഖലയിലാണ്. ഈ ചോദ്യം വന്നത് എല്ലാം എവിടുന്ന് തന്നെയാണ്? SCERT ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയത് ഏത്? വലുപ്പം കൂടിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമിയാണ് ഡെക്കാൻ. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമി. ഓക്കെ, ഇനി ഡെക്കാനിന്റെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പൂനെയാണ്. ഡെക്കാന്റെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പൂനെ. ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായിട്ടും പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി വടക്കു പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശം അറിയപ്പെടുന്നതാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ ട്രാപ്പ് പ്രദേശം എന്ന് വെച്ചാൽ എന്താണ്? വടക്കു പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന്, അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ് ഇത്. ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ്. ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ് ഏത്? ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഏതാണ്? പരുത്തി കൃഷിക്കും പിന്നെ അതുപോലെ കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണും ഏത് തന്നെയാണ്? കറുത്ത മണ്ണാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. പർവ്വതനിരയല്ല, അത് ആരവല്ലിയാണ്. ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഇത് തന്നെയാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്.
ഇനി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെക്കാൻ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണെന്ന് പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാലാണ്. ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലയാണ്. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാലാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പരുത്തിയുണ്ട്, അതുപോലെ കരിമ്പുണ്ട്, ചോളം, റാഗി, മുളക്, പയർവർഗ്ഗങ്ങൾ, നിലക്കടല മുതലായവയാണ്. അപ്പൊ പരുത്തി, കരിമ്പ്, ചോളം, റാഗി, മുളക്, പയർവർഗ്ഗങ്ങൾ, നിലക്കടല മുതലായവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. അത് ഏതൊക്കെയാ? മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ എ മാൾവ പീഠഭൂമിയാണ്. മാൾവ പീഠഭൂമി വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്കാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയോ? ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി. അത് ഇമ്പോർട്ടന്റ് ആണ്. ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഉപദ്വീപീയ പീഠഭൂമി. ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? പ്രീവിയസ് ചോദ്യം. അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? പരസ്നാഥ് ആണ്. പരസ്നാഥ് ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മസൂറിയാണ് റാണി. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. അപ്പോ റാണി എന്നറിയപ്പെടുന്നത് മസൂരി. രാജകുമാരി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കൊടൈക്കനാലാണ്. രണ്ടും മാറിപ്പോയത്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂരി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാലാണെന്നും ഓർക്കുക. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? അത് ആരവല്ലിയാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയും, പർവ്വതനിര ചോദിച്ചാൽ ഏതുമാണ്? ആരവല്ലി പർവ്വതനിരയാണ്. ഈ ആരവല്ലി പർവ്വതനിര മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലി സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പ്രീവിയസ് ചോദ്യം. ഗുരു ശിഖാർ ആണ്. ഗുരു ശിഖാർ ആണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മൗണ്ട് അബു ആണ്. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പ്രീവിയസ് ചോദ്യം. ആരവല്ലി പർവ്വതനിരയിലാണ് മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദിൽവാര ക്ഷേത്രമാണ്. ദിൽവാര ക്ഷേത്രം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രം ഏതാണ്? ദിൽവാര ക്ഷേത്രം. പ്രീവിയസ് ചോദ്യമാണ് ഈ ദിൽവാര ക്ഷേത്രം. ദിൽവാര ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രമാണെന്ന് ഓർക്കുക. ഇനി ആരവല്ലി നിരയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന പട്ടണം അല്ലെങ്കിൽ നഗരം, പ്രീവിയസ് ചോദ്യം. അത് അജ്മീർ ആണ്. അജ്മീർ എന്ന പട്ടണമാണ് ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത്. ഓക്കെ. ഡെക്കാന്റെ രാജ്ഞി പൂനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സത്പുരയുടെ രാജ്ഞി പച്മാർഹി. പച്മാർഹി ആണ് സത്പുരയുടെ രാജ്ഞി. സത്പുരയുടെ രാജ്ഞി പച്മാർഹി ആണെന്ന് ഓർക്കുക. ഓക്കെ.
ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? അത് താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. അപ്പൊ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ജയ്സാൽമീർ ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് അറിയപ്പെടുന്നത് എന്ന് ഓർക്കുക. ഈ ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. അപ്പോ ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പൂനെയാണ്. സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പച്മാർഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണെന്നും ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോതമ്പ്. ഇത് SCERT-യിലുള്ളതാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പം ബാക്കിയുള്ള വിളകളുടെ പ്രത്യേകതകൾ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നെല്ല് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനിലയും 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയാണ്. ധാരാളം മഴ, 180 സെന്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചരിവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നു. ഇപ്പൊ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനില വേണം, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. ധാരാളം മഴ വേണം, 180 സെന്റിമീറ്റർ കൂടുതൽ മഴ ആവശ്യമാണ്. സിമാലിക് പർവ്വത ചെരുവുകൾ തട്ടുകളാക്കി നെൽകൃഷി ചെയ്യാറുണ്ട്. അടുത്ത ഗോതമ്പാണ്. ഇത് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓക്കെ, അടുത്തത് ചോളം. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. അപ്പോൾ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 3ാം സ്ഥാനം ഏത് വിളയ്ക്കാണ്? ചോളത്തിനാണ്. ഉഷ്ണകാലത്തും കൂടാതെ ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷാനുപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ചോളം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്റർ ഞാൻ എടുത്തു തരാം. ഞാൻ ഓൾറെഡി ഇതിന്റെ ക്വസ്റ്റ്യൻ പൂള് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് SCERT ക്വസ്റ്റ്യൻ പൂള് ഈ ചാപ്റ്ററിന്റെ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഞാൻ ഓൾറെഡി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്തായാലും ഒന്ന് എടുത്തു തരാം. 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ചാപ്റ്റർ എടുത്തു തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഗോതമ്പാണ്. അടുത്ത ചോദ്യം നോക്കാം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം കിഴക്കൻ തീര സമതലത്താണ്. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ SCERT-ൽ ഈ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ തീരസമതലത്തെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. അപ്പൊ നമുക്ക് ആദ്യം കിഴക്കൻ തീരസമതലം തന്നെ നോക്കാം. ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരസമതലം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്.
വീതി താരതമ്യേന കൂടുതലാണ്. പടിഞ്ഞാറൻ തീര സമതലത്തിനെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലത്തിനാണ് വീതി കൂടുതൽ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കോറമണ്ടൽ തീര സമതലം, വടക്കൻ സിർക്കാസ് തീര സമതലം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. കോറമണ്ടൽ തീര സമതലം അതുപോലെ വടക്കൻ സിർക്കാസ് എന്നിങ്ങനെയാണ് കിഴക്കൻ തീര സമതലത്തെ എന്ത് ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത പടിഞ്ഞാറൻ തീര സമതലമാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീര സമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഏത്, പടിഞ്ഞാറൻ തീര സമതലം നീണ്ടുകിടക്കുന്നത്. വീതി കുറവാണ്, താരതമ്യേന വീതി കുറവാണ്. ഈ പടിഞ്ഞാറൻ തീര സമതലത്തെ എങ്ങനെയൊക്കെ വേർതിരിച്ചിരിക്കുന്നു, ഇമ്പോർട്ടന്റ് ആണ്. ഗുജറാത്ത് തീര സമതലം, കൊങ്കൺ തീര സമതലം, മലബാർ തീര സമതലം. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ എന്നിങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീര സമതലത്താണ്. അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാട് ആ മേഖലയിലൊക്കെയാണ്. അപ്പൊ അത് വരുന്നത് കിഴക്കൻ തീര സമതലത്താണ്. അങ്ങനെയാണ് SCERT കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നദീതീര പട്ടണങ്ങളൊന്ന് നോക്കാം. അപ്പൊ കാവേരി നദിയുടെ തീരത്താണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണെന്ന് ഓർക്കുക. അതായിരുന്നു നമ്മുടെ ചോദ്യം. ഇനി ചെന്നൈ, തമിഴ്നാട്ടിൽ തുടങ്ങിയോണ്ട് അവിടെ തന്നെ പോവാം. തമിഴ്നാട്ടിലെ ചെന്നൈ സ്ഥിതി ചെയ്യുന്നത് അടയാറിന്റെ തീരത്താണ്. അടയാറിന്റെ തീരത്താണ് ചെന്നൈ സ്ഥിതി ചെയ്യുന്നത്. ഇനി തമിഴ്നാട്ടിലെ മധുരം എന്നെഴുതുന്ന മധുരയാണ് തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈഗാ നദിയുടെ തീരത്ത്. ഇത് മൂന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. തഞ്ചാവൂർ കാവേരി, ചെന്നൈ അടയാർ, മധുര വൈഗ. ഓക്കെ, തമിഴ്നാട്ടിനെ ബേസ് ചെയ്തിട്ട്. ഇനി നമുക്ക് മോളിന്ന് തുടങ്ങാം. ശ്രീനഗർ, ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ശലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ശ്രീനഗർ ശലം നദിയുടെ തീരത്ത്. ഹരിദ്വാർ, അതുപോലെ ഋഷികേശ്, ബദ്രിനാഥ്. ഹരിദ്വാറും ഋഷികേശും ഗംഗാ നദിയുടെ തീരത്താണ്. ഹരിദ്വാറും ഋഷികേശും ഗംഗാ നദിയുടെ തീരത്താണ്. ബദ്രിനാഥ് ആണെങ്കിൽ അളകനന്ദ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബദ്രിനാഥ് അളകനന്ദ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലുധിയാന, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ലുധിയാന പഞ്ചാബിലാണ്. ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയുടെ തീരത്താണ് ഏത്, ലുധിയാന സ്ഥിതി ചെയ്യുന്നത്. ഇനി ഡൽഹി യമുന നദിയുടെ തീരത്താണ്. പ്രീവിയസ് ചോദ്യമാണ്. ഡൽഹി യമുന നദിയുടെ തീരത്താണ്. ഇനി ഉത്തർപ്രദേശിൽ ഒരു മധുരയുണ്ട്. ഓക്കെ, ഉത്തർപ്രദേശിലെ മധുര യമുനയുടെ തീരത്താണ്. ഇവിടെ തമിഴ്നാട്ടിലെ മധുര വൈഗാ നദി, മധുരം എന്നെഴുതുന്ന മധുരയാണ്, അത് വൈഗാ നദിയുടെ തീരത്താണ്. ഉത്തർപ്രദേശിലെ മധുര യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ എവിടെയാണ്? UP-യിലാണ്. ഗോമതി നദിയുടെ തീരത്താണ് ലക്നൗ സ്ഥിതി ചെയ്യുന്നത്. ഗോമതി നദിയുടെ തീരത്ത്. സൂററ്റ് ഗുജറാത്തിലെ ഒരു പട്ടണമാണ്. താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സബർമതി നദിയുടെ തീരത്താണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും, ഗുജറാത്തിലെ അഹമ്മദാബാദും ഗാന്ധിനഗറും സബർമതി നദിയുടെ തീരത്താണ്. റാഞ്ചി, പ്രീവിയസ് ചോദ്യമാണ്. റാഞ്ചി എവിടെയാ? ജാർഖണ്ഡ് സുവർണരേഖ നദിയുടെ തീരത്ത്. സുവർണരേഖ നദിയുടെ തീരത്ത്. ജംഷഡ്പൂരും ജാർഖണ്ഡിലാണ്. സുവർണരേഖ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കട്ടക് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയുടെ തീരത്താണ്. ഇനി കൊൽക്കത്ത നഗരം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പാട്ന ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാട്ന ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്താണ് പാട്ന നഗരം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഹൈദരാബാദ് എവിടെയാണ്? തെലങ്കാനയിലാണ്. മുസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ്. മുസി നദി. ഓക്കെ. പനാജി ഗോവയുടെ ക്യാപിറ്റൽ ആണ്. ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ടോവി നദിയുടെ തീരത്താണ്. മണ്ടോവി നദിയുടെ തീരത്താണ് പനാജി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക.
ഹംപി, ഇമ്പോർട്ടന്റ് ചോദ്യം. ഹംപി കർണാടകയിലാണ്. തുംഗഭദ്ര എന്ന് തുംഗഭദ്ര നദിയുടെ തീരത്താണെന്ന് ഓർക്കുക. ഹംപി തുംഗഭദ്ര നദിയുടെ തീരത്താണ്. മൈസൂർ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ ആണെങ്കിലോ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനിയും ഉണ്ട്. ഉജ്ജയിനിയും കൂടെ ഓർക്കുക. ഉജ്ജയിനി ക്ഷിപ്ര നദിയുടെ തീരത്താണ്. ഉജ്ജയിനി ഏത് നദിയുടെ തീരത്താ? ക്ഷിപ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ. സിക്കിമിന്റെ ജീവരേഖയോ? ടീസ്ത. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദ, സിക്കിമിന്റെ ജീവരേഖ ടീസ്ത. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. മണ്ഡോവിയാണ് ഗോവയുടെ ജീവരേഖ. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഏതാ? ഗോദാവരിയാണ്. ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ. കേരളത്തിന്റെ ജീവരേഖ ഏതാ? പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ജീവരേഖയാണ് കാവേരി നദി. അപ്പോ മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദയാണ്. സിക്കിമിന്റെ ജീവരേഖ ടീസ്തയാണ്. ഗോവയുടെ ജീവരേഖ മണ്ഡോവിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ജീവരേഖ കാവേരിയാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇപ്പൊ ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങൾ, പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ, പാസ്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശങ്ങളിലുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ പാതകൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പ്രധാനപ്പെട്ട 4 ചുരങ്ങൾ ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേഖ്. ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. സോജില ചുരം ശ്രീനഗർ കാർഗിൽ. നാദുല മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, സിക്കിം ടിബറ്റ്. നാദുല ചുരം സിക്കിം ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ലിബുലെ ഉത്തരാഖണ്ഡ് ടിബറ്റ്. ലിബുലെ ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. നാദുല സിക്കിം ടിബറ്റ്. ഓർക്കുക. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ്? സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. പെരിയാർ അറബിക്കടലിലാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ. അപ്പൊ ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹിമാലയൻ നദികളെ പറ്റി ജസ്റ്റ് നോക്കാം. 3 എണ്ണമാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന്. സിന്ധുവിന്റെ നീളം ഏകദേശം 2880 കിലോമീറ്റർ. പക്ഷെ ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. ആകെ നീളം 2880. ഓക്കെ. സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ശലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് മുതലായവയൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ. സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടലിലാണ് എത്തിച്ചേരുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. യമുന, കോസി മുതലായ സോൺ, അതുപോലെ അതൊക്കെയാണ് എന്തിന്റെ ഗംഗാ നദിയുടെ പോഷക നദികൾ. ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുംതുങ് ഹിമാനി, ഇമ്പോർട്ടന്റ് ആണ്. ടിബറ്റിലെ ചെമയുംതുങ് ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശം 2900 കിലോമീറ്റർ. അപ്പോൾ ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ബ്രഹ്മപുത്രയാണ്. പക്ഷെ ഇന്ത്യയിൽ അത് 725 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. ടീസ്ത, മാനസ്, സുബൻസിരി എന്നൊക്കെ പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്നത്.
അപ്പൊ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ലോഹിത്, ദിബാങ്, സുബൻസിരി, മാനസ്, അതുപോലെ ധൻസിരി. ഇതൊക്കെ ഏതിന്റെ പോഷക നദികളാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? സിന്ധു നദി മാത്രമേ ഉള്ളൂ. ഓക്കെ. ഉപദ്വീപീയ നദികളിൽ നർമ്മദയും താപ്തിയും എവിടെയാ പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. പെരിയാർ അറബിക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി ഒക്കെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയ്ക്കും എഫേർട്ട് എടുത്താണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കമന്റ്സ് വായിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളാണ് ഞാൻ കൂടുതലും ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ ചുമ്മാ ക്ലാസ് ഇട്ട് പോവുകയല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.